ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു, ഒരു വിശറി ഉണ്ടാക്കാനേ. എങ്ങനെ എടുക്കും അത് കട്ട് ചെയ്ത്? അയ്യോ, അത് വലുതാണോ? ഇതേ സ്കൂളിൽ പോകാൻ നേരത്ത് ഈ പാള കണ്ടിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതെടുത്ത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് മുറിക്കാൻ അറിയത്തില്ല. അപ്പം ആ ചേച്ചീനെ കൊണ്ട് ആ സ്കൂളിൻ്റെ അടുത്തൊരു വീടുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ വെട്ടുകത്തി ചോദിച്ചപ്പം ആ വെട്ടുകത്തിക്ക് മൂർച്ചയില്ലായിരുന്നേ. പിന്നെ ആ ചേച്ചി തന്നെ ഞങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ 2 പാള കിട്ടി ഗൈസ് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് വെച്ചാണ് ഞങ്ങൾ വിശറി ഉണ്ടാക്കാൻ പോകുന്നത്. വിശറി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അങ്ങനത്തെ പോലെ ഉണ്ടാക്കണം. അത് ഇങ്ങനത്തെ കൊണ്ടുവാട കത്തി. ബിരിയാണി കഴിക്കുവാണ്. അബു ആണെങ്കിൽ പാവൻ്റെ വിശറി ഉണ്ടാക്കുവാണ്. മുറിച്ചൊക്കെ കഴിഞ്ഞു സെറ്റ് ചെയ്ത്. അമ്മൂമ്മ അവിടെ തുമ്മുന്നു. അതെ, എങ്ങനെയുണ്ട്? കൊള്ളാമോ ബിരിയാണി? നല്ലതാണോ? എല്ലാം കൂട്ടി കുഴച്ചിട്ടല്ലോ. അബു അല്ലേ ഉണ്ടാക്കാൻ അറിയുന്നേ ഷേപ്പൊക്കെ അല്ലേ? ഫാൻ കിട്ടെ, ചൂട്. ഷേപ്പാക്കുവാണ് ഡാ പൂച്ചാന്ന്. ഡാ നീ കഴിച്ചോ? അട്ടി വാങ്ങിക്ക കേട്ടോ. അങ്ങനെ പറഞ്ഞ അതിൻ്റെ മണം കേട്ട് വന്നതാവൻ. ചിക്കൻ്റെ മണം കേട്ട് പൂച്ച വന്നു. നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ. പൂച്ചയ്ക്ക് മാത്രമല്ല, മനുഷ്യനും കൊടുക്കത്തില്ല. അയ്യോ, അമ്മയ്ക്ക് തരുവാ. അബു ഉണ്ടാക്കിയ വിശറിയാണ്. എനിക്ക് ആരിക്കൂട്ടം തന്ന ബിരിയാണി നോക്ക് ഗൈസ്. കഴിഞ്ഞോ? ഷേപ്പാക്കണ്ടേ? ആണ്, അറിയാലോ എവിടെയാണ്. അബു ഇവിടെ വിശറി ഉണ്ടാക്കുന്ന തിരക്കിനാണ് ഗൈസ്. ഷേപ്പ് ചെയ്യുക. കാല് മാറ്റും. ഇതുണ്ടാക്കിയത് കാണിച്ചേടാ, കാണിച്ചേടാ. ഗൈസ് ദേ നമ്മൾ പാള വെച്ചിട്ട് വിശറി ഉണ്ടാക്കിയിരിക്കുവാണ്. ആബുവാണ് ഉണ്ടാക്കി തന്നത് കേട്ടോ. അപ്പം ദേ ഇത് നേരത്തെ ഉണ്ടാക്കിയതാണ്, ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ 2 എണ്ണം ഇപ്പം നമ്മൾ ഉണ്ടാക്കി. ഇത് നേരത്തെ ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ ചൂടൊക്കെ ഉള്ള സമയത്ത് കറണ്ടൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ്.